ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗേട്ടൻ അനിയന്മാരോട് കാര്യം പറഞ്ഞു. ആരോടാ നീയൊക്കെ യുദ്ധം ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. സ്വന്തം പെങ്ങളുടെ മകളോടാണ് എന്ന കാര്യം അദ്ദേഹം പറയാം. വൈജ ആർക്കെതിരെ ഈ സന്നാഹങ്ങൾ മുഴുവൻ ഒരുക്കി പടയൊരുക്കം നടക്കിയത് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവനും ശിവനും മിണ്ടാട്ടമില്ല. ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഒന്നും പറയാനില്ലല്ലോ നിനക്കൊന്നും, വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇനിയെങ്കിലും പറ, അലീന എവിടെയാ നിങ്ങൾ അലീനയെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഇവന്മാരൊന്നും മിണ്ടുന്നില്ല. ഇവന്മാരിങ്ങനെ മിണ്ടാട്ടം മുട്ടിയിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുക. അവളെ എന്താ ചെയ്തേ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കയ്യും കാലൊക്കെ വിറച്ചിട്ട് മിണ്ടാൻ പോലും പറ്റാതെ ശിവനൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേ, അലീനയ്ക്ക് എന്തെങ്കിലും പറ്റുക അയാൾ സകലതും തകർക്കും, നീയൊക്കെ ഓർത്തോളാൻ പറഞ്ഞു. നിന്റെ ഈ കാണുന്ന കളിയൊന്നും ആയിരിക്കില്ല പിന്നെ നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ഗംഗേട്ടൻ വിവരങ്ങളെല്ലാം പറയാം. ഗംഗേട്ട ഒരബദ്ധം പറ്റി പോയതാണെന്ന് പറയുവാണ് രാജീവൻ. ആ സമയത്ത് എന്നാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗംഗേട്ടൻ നിൽക്കുക കേട്ടോ. ഗംഗേട്ടനും എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ അലീനയ്ക്ക് തലക്കകത്ത് ആളുതാമസം ഉള്ളതുകൊണ്ട് പാവം അത് ഡോറിൻ്റെ കുറ്റിയിട്ടിങ്ങനെ അതിനകത്ത് ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോലീസും ഒക്കെ വന്നിരിക്കുക. അപ്പോൾ പോലീസ് ഇങ്ങനെ വന്ന് ഇരിക്കുന്നു. അപ്പോഴേക്കും വൈജയുടെ അടുത്ത് നിൽക്കുന്ന പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ചെറിയൊരു പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നമ്മുടെ SI സാർ എഴുന്നേറ്റിട്ട് അവരോട് വിവരങ്ങളെല്ലാം ചോദിക്കുവാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ 7 മണിക്കാണ് വന്നത്, ആ സമയത്ത് അലീന ഇവിടുന്ന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അലീന പോകുമ്പോൾ അന്ന് നിങ്ങളായിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്ന് കൂടെ വന്ന് നേഴ്സിനോടും ചോദിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു. അപ്പോൾ അലീന എപ്പോഴാണ് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ 6:45 മണി കഴിഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകുന്നെന്നോ ആരുടെ കൂടെ പോകുന്നെന്നോ വല്ലതും പറഞ്ഞിരുന്നു അലീന എന്ന് ചോദിക്കുമ്പം വീട്ടിൽ പോകുവാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് അലീനയെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാണോ ബാലചന്ദ്രൻ സഹോദരി സുലോചന, അലീനയ്ക്ക് പകരം ബൈസ്റ്റാൻഡറായി വന്നതല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവൾ പോയെന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്കല്ലാതെ വേറെ എവിടേക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വീട്ടിലോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോവാറില്ല എന്നും പറഞ്ഞു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോഴേക്കും അത് എന്നും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും അവർ. അന്നേരത്തേക്കും എന്തേ നമ്മുടെ ആളങ്ങോട്ടേക്ക് വന്നു, അതായത് ബാലൻ്റെ അനിയൻ. അപ്പോൾ ഇങ്ങനെ പേടിയോടുകൂടി ഇവരിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ താനെന്താ ഈ നേരത്തെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വൈഫാ സാറേ എന്ന് പറഞ്ഞു. ഓ ആണോ, ശരി ഓക്കെ. അലീനയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വിടാൻ ബാലചന്ദ്രൻ ചുമതലപ്പെടുത്തിയ ആൾ നിങ്ങളായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും വൈകിയെന്ന് പറഞ്ഞു. അലീന പോയായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ആ സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കൂ. കൈതക്കൽ ശിവേട്ടൻ എന്നെ ഹോട്ടൽ റൂമിലോട്ട് വിളിപ്പിക്കുകയായിരുന്നു എന്നും വൈജയടുത്തേക്ക് ചികിത്സാ ചെലവിനൊക്കെ ആയിട്ട് കുറച്ച് പൈസ തരാമെന്നും അതുകൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഹോട്ടലിൻ്റെ പേരേതാന്ന് ചോദിച്ചു. അപ്പോൾ ഹോട്ടലിൻ്റെ പേരും പറഞ്ഞു. ക്യാഷ് തന്നോ, ചെക്കാ തന്നത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് വന്ന് ചോദ്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അലീന പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അലീനയുടെ ആ ഒരു ഇതെല്ലാം പറയുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമായിട്ടുണ്ടോ എന്നിങ്ങനെ ഗോവർദ്ധനോട് ചോദിക്കുമ്പം എനിക്ക് പിന്നെ ഒരു സംശയമായിട്ടുള്ളത് അലീന വീട്ടിലേക്ക് പോകുന്ന സമയം കണക്കാക്കി ശിവേട്ടൻ എന്നെ ഹോട്ടലിലേക്ക് വിളിച്ച ആ ഒരു ഇത് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തൊരു സംശയം, തനിക്ക് പണം തരാനല്ലേ വിളിച്ചത്, പണം തരികയും ചെയ്തു ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് സാറേ, പക്ഷേ വിളിച്ച ആ ഒരു സമയം, അന്നേരം ശിവേട്ടൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അലീനയെ കാറിൽ കയറ്റി ബാലേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന പിഴവല്ലേ എന്ന് സാറ് ചോദിക്കുക. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടല്ലോ, അയാൾ വിളിച്ചപ്പോൾ താൻ പോകരുതായിരുന്നു എന്ന് സാറ് പറയാം. ആ വിളിയിൽ സാറിന് സംശയം തോന്നില്ലെന്ന് ചോദിച്ചു. അയാൾ പണം തരാൻ വിളിച്ചാണ് താൻ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് SI സാറ് പറയാം. അതും പറഞ്ഞിട്ട് സാർ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ഗോവർദ്ധനും ഭാര്യയും കൂടെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുമ്പം ശരിയാ സാറേ മനസ്സിലായെന്ന് പറഞ്ഞു. എന്തു മനസ്സിലായെന്ന്, ശിവേട്ടൻ പണം തരാൻ വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഗോവർദ്ധൻ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ടാ ശ്രമിക്കാം. അപ്പം ശരി, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോളാമെന്ന് SI പറയുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങ് പോയി. അതായത് സുലോചനയൊക്കെ അങ്ങ് പോയി. നമ്മുടെ ഗോവർദ്ധന് കാര്യം മനസ്സിലായി, അയാൾ ഉടായ്പാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ അച്ഛനും മോളും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ രണ്ടുപേരും എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നിങ്ങനെ അവിടെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അച്ഛാന്ന് ചോദിക്കുന്നു. അലീന ചേച്ചി അവർ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്ന് ചോദിക്കും. അതല്ലാതെ മറ്റൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്ന് ബാലൻ മകളോട് പറയുവാണ്. നമ്മളോട് പറയാതെ അവൾ എങ്ങോട്ടും പോകത്തില്ല മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഗോവർദ്ധനെ കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞത് എന്ന് ബാലൻ ഇങ്ങനെ പറയുക. ചേച്ചിയെ കൊണ്ടുപോയി അവർ ഉപദ്രവിക്കും അച്ഛാ എന്നിങ്ങനെ കൃഷ്ണ ചോദിക്കുമ്പോൾ അറിഞ്ഞൂടെ എന്ത് സംഭവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ദൈവമേ, എന്നാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ മോളെ, എന്തെങ്കിലും ഒരു അടയാളം കിട്ടാതിരിക്കില്ല എന്ന് ബാലൻ പറയുക കേട്ടോ.
അതും സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റൽ പരിസരത്ത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലൻ്റെ ഫോണിലേക്ക് കോൾ വന്നു മനുവിൻ്റെ. അപ്പോൾ ഹലോ മനുവേട്ടാ, ഹലോ മനു, എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കിഡ്നാപ്പ് ചെയ്ത് എനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് മനു പറയുക കേട്ടോ. കൊണ്ടുപോയവർ തന്നെ കൊണ്ടുവരട്ടെ എന്ന നേരത്തേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു. എങ്ങനെ മനസ്സ് വന്നു ഇതിനൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. പിടിക്കപ്പെടുന്നു ഉറപ്പില്ല, എന്നിട്ടും നിന്റെ അച്ഛനും കൊച്ചച്ഛനും അമ്മാവന്മാരും അറിയാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അവർ അനുഭവിപ്പിക്കും ഈ ബാലൻ എന്ന് പറഞ്ഞു. ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരൻ്റെ സ്വാധീനത്തിൽ കേസ് ഒതുക്കാമെന്നുള്ള അഹങ്കാരം അവന്മാർക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങളെ ഞാൻ വെക്കുകയാണ്, ഞാൻ കൊച്ചച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ബാലൻ ഇങ്ങനെ ആകെ വിഷമിച്ച് തകർന്നിരിക്കുന്നു. മോളെ നീ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല അച്ഛാ, ഞാൻ അച്ഛൻ്റെ കൂടെയാണെന്നും അച്ഛന് ഭയങ്കര ടെൻഷൻ അല്ലേന്നും കൃഷ്ണ പറയുമ്പോൾ അതിന് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ബാലൻ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കാവെന്ന് പറഞ്ഞു കൃഷ്ണ. അങ്ങനെ അച്ഛനും മോളും കൂടി ഇരിക്കുക. ഈ സമയത്ത് മനു ഫോണിൽ വിളിക്കുക. അപ്പോൾ ഏതോ ഒരു വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എന്തെന്താ മനോട്ട് ഈ സമയത്തെന്ന് ചോദിച്ചാൽ വീടിൻ്റെ വെളിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ മനു ആ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ആ ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അലീനയോ? അവളെങ്ങനെ ഇവിടെ വരാനാണെന്ന് ചോദിക്കും കേട്ടോ, അവിടെ ഗേറ്റിൻ്റെ അകത്തുള്ള ആൾ. അപ്പോൾ ഇല്ല അല്ലേ, അപ്പോൾ നീ കയറി വാ, ഞാൻ ഗേറ്റ് തുറക്കാം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്നും പറഞ്ഞു. അയ്യോ വേണ്ട, അവർ ഉണർത്തൊന്നും വേണ്ട, ഞാൻ പോയേക്കോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോയി. നീ എന്തേ പറയുന്നേ? ഞാൻ പറയാമെന്നും പറഞ്ഞു അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ, അതായത് അന്ന് പ്രശ്നം തീർക്കാൻ കുറച്ച് പേര് ഈ ശിവൻ്റെയും രാജീവൻ്റെയും കൂടെ ചെന്നായിരുന്നല്ലോ, എല്ലാവരുടെയും വീട് കയറി ഇറങ്ങും നമ്മുടെ മനു. അപ്പോൾ ഞാൻ ഈ വക തെമാടിത്തരത്തിനൊന്നും ഞാൻ കൂട്ടം നിൽക്കത്തില്ല മനു എന്ന് ആ ചേട്ടൻ മനുവിനോട് പറയുന്നു. ഞങ്ങളിവിടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നവരല്ലേന്ന് ചോദിക്കുമ്പം നിങ്ങളൊക്കെ കടപ്പാട്ടൂർ വന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അത് കുടുംബ പ്രശ്നം, ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ, കിഡ്നാപ്പിംഗ് അല്ലേ എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നു. അപ്പോൾ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പോൾ ശരിയെന്നാൽ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് അങ്ങ് പോകുമ്പം ഇന്ന് തന്നെ പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇനി എപ്പോൾ ഓടിയെത്തും നീ പാലായാലും, മണി 12 കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഓക്കെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്നും പോയി. അങ്ങനെ മനു എല്ലായിടത്തും ഓടി നടന്ന് അന്വേഷിക്കുക. ഈ സമയം കൊണ്ട് എല്ലാ എണ്ണങ്ങളും കൂടെ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് ബാലനെ തേടി വന്നിരിക്കുക. അപ്പോൾ ബാലൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടനാണ് ഇവരെ ഇത് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ മാർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഉരുകി നിൽക്കുക. അപ്പം നിങ്ങൾ ആരും സംസാരിക്കേണ്ട, ഞാൻ സംസാരിക്കാം ബാലചന്ദ്രനോട് എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഗംഗേട്ടൻ ഈ രണ്ടെണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് ബാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ നമ്മുടെ കൊച്ചു വന്ന് വാതിൽ തുറന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഇങ്ങനെ ആകെ സ്തംഭിച്ച് നിന്നു പോയിട്ടോ. ആ രണ്ട് ദുഷ്ടന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ ഇവരെ 3 പേരെയും മാറി മാറി നോക്കുക. അപ്പോൾ വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇവർ 3 പേരും അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൃഷ്ണ അവരെ തടഞ്ഞു. വീട്ടിൽ കയറാൻ ഒക്കുകയല്ല എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി ഇവർ. എല്ലാവരും കൂടെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്തിനു വന്നതാണെന്നൊക്കെ കൃഷ്ണ ചോദിക്കുക. അന്നേരം മോളെ, ഞങ്ങൾ നിൻ്റെ അച്ഛനുമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മതിയെന്നും അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞു കൃഷ്ണ. അത് പിന്നെ മോളെ, ഞങ്ങൾ നിൻ്റെ അച്ഛനെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ പോയിട്ട് നാളെ വരാൻ പറഞ്ഞു കൃഷ്ണ. ഇപ്പോൾ അച്ഛൻ വല്ലാണ്ട് ടയേർഡായിട്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കാനായിട്ടൊന്നും വന്നതല്ല, അലീനയുടെ കാര്യം സംസാരിക്കാൻ വന്നാണെന്ന് പറയുമ്പം അലീന ചേച്ചി തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ തന്നെയല്ലേ എന്ന് കൃഷ്ണക്കൊച്ച് ഇവരോട് ചോദിക്കും കേട്ടോ. ഇവർ 2-3 പേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കും. ആ സമയത്ത് നിങ്ങൾ ചീത്ത ആൾക്കാരാ, നിങ്ങൾ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുമ്പോൾ രാജീവനൊക്കെ ഇങ്ങനെ നിന്നങ്ങ് ഉരുകി തീരും കേട്ടോ, നിന്ന് കത്താണെന്ന് പറയാം. മോളെ അങ്ങനെയല്ല, ഞങ്ങൾ എത്ര കാലമായിട്ട് മോൾക്കറിയാം, എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ചീത്ത മനുഷ്യരെന്ന് വിളിക്കുന്നത് വലിയ കഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം എന്നാൽ അലീന ചേച്ചി എന്താ ചെയ്തതെന്ന് നിങ്ങൾ പറ, ഇപ്പം എവിടെയുണ്ട് അലീന ചേച്ചി അത് നിങ്ങൾ പറ, മോളെ ആരാ അവിടെ എന്ന് ബാലൻ അന്നേരത്തേക്കും ശബ്ദം കേട്ട് ചോദിച്ചു. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിളുമാരാ അച്ഛാ എന്ന് കൊച്ചു പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലൻ താഴേക്ക് ഇറങ്ങി വരുന്നു. എല്ലാ എണ്ണങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുകയല്ലേ. ആ ഗംഗേട്ടനോ ലോകപര്യടനമൊക്കെ കഴിഞ്ഞിങ്ങ് എത്തിയോ, വരണം എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, ഇവരെല്ലാവരും കൂടി എന്തിനാ വന്നതെന്ന് കൃഷ്ണ ബാലനോട് ചോദിക്കാം. അപ്പം കേട്ടല്ലോ ഗംഗാധര മേനോൻ, എൻ്റെ മോൾക്ക് കൊല്ലപ്പള്ളിക്കാരെ വീട്ടിൽ പോലും കയറ്റാൻ പേടിയാ, എന്തുകൊണ്ടാണെന്ന് ബാലൻ ഇവരോട് ചോദിക്കുക. അപ്പോഴും ഇവന്മാർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവരുടെ അരികിലേക്ക് ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നു. കൃഷ്ണ ചോദിച്ചത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. ബാലേന്ദ്ര, നമുക്ക് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് സംസാരിക്കാൻ, എനിക്ക് ആകെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അലീന എവിടെ? അതിനുള്ള ഉത്തരം മാത്രം കിട്ടിയാൽ മതി, കൂടുതൽ സംസാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ശിവൻ
ബാലനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇത്രയും നേരം അവന്മാർ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്താ, അതെല്ലാം മാറ്റി പറയുന്ന ഈ ഒരു അവസരത്തിൽ ഇവന്മാരുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ബാലൻ ഒരു നിപ്പങ്ങു നിന്നു. ദേ, ഞാൻ അങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ താനത് കോത്താഴത്തിലെ വർത്താനോടോ എന്നോട് പറഞ്ഞത്? അലീനെ നിങ്ങൾ മടിയിൽ വെച്ച് ഉടുത്തിരിക്കുകയാണോന്ന് നീ ചോദിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ശിവനോട് ബാലൻ. ബാലേന്ദ്ര, ദേ, അവളുടെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചെയ്തതാ, ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിക്കാനോ? ഈ നിൽക്കുന്ന രണ്ടുപേരും തിരിച്ചു പോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ബാലൻ അന്നേരം പറയുവാണ്. ഇവന്മാർ രണ്ടുപേരും ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക, ഈ ശിവനും രാജീവനും. ബാലന് കിട്ടിയ അവസരമല്ലേ, ബാലൻ അത് വെറുതെ വിടുവോ? ഒരു രാഷ്ട്രീയക്കാരനോ SP കക്ഷത്തിലുണ്ടെന്നും കരുതി നിങ്ങൾക്ക് എന്തു ആകാമെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ബാലൻ അന്നേരം ചോദിച്ചു. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നിങ്ങളെ ഞാൻ വലിപ്പിച്ചിരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. അലീനയ്ക്കൊരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നും ബാലൻ വളരെ എടുത്ത് അവന്മാരോട് പറയുകയും ചെയ്തു. കോട്ടയം SP മാത്രമേ പോലീസിലുള്ളതാണോ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ബാലൻ ഇങ്ങനെ ഇവന്മാരോട് ചോദിക്കും. അപ്പം ബാലേന്ദ്ര, അത് അലീന അവർ തിരിച്ചു തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. പോലീസ് സ്റ്റേഷനിൽ നീ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എന്ന് പറയുമ്പോഴേക്കും ആദ്യം നിങ്ങൾ അലീനെ തിരിച്ചു കൊണ്ടുപോവാ, അതിന് ശേഷം എന്താ വേണ്ടെന്ന് ആലോചിക്കാം. അപ്പോൾ കൊണ്ടുവരാൻ ബാലേന്ദ്ര, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് ശിവൻ ബാലനോട് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ഇവന്മാരെ മാറി മാറി നോക്കാം. അപ്പോൾ ബാലന് മനസ്സിലായി കാര്യങ്ങൾ ഇവന്മാർ അറിഞ്ഞിട്ടുണ്ടെന്ന്, ഇവന്മാർക്ക് മനസ്സിലായിന്ന്. അപ്പോൾ അലീന ആരാണെന്നുള്ള സത്യം ഗംഗേട്ടൻ ഇവന്മാരോട് പറഞ്ഞോ എന്ന് ബാലൻ ചോദിക്കുക. അന്നേരം എനിക്ക് പറയേണ്ടി വന്നു എന്ന് ഗംഗേട്ടൻ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ബാലൻ്റെ ഭാവം അങ്ങ് മാറി. ബാലൻ്റെ മുഖത്തുള്ള ആ ഒരു ദേഷ്യം അങ്ങ് മാറി ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതിലേക്ക് ബാലൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണയും ആകെ ഇതായിപ്പോയി. അപ്പോൾ ബാലൻ അന്നേരം കൃഷ്ണയുടെ നേരെ ഇങ്ങനെ നോക്കുക. ഇപ്പം എല്ലാം പൂർത്തിയായല്ലോ അല്ലേ ഇന്ന് ബാലൻ അന്നേരം ഇവന്മാരോട് ചോദിച്ചു. ഞാൻ ആരെയാണോ ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് തനിക്ക് മനസ്സിലായോടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് ശിവൻ പറയുക. ഞാൻ വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവൻ വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. അങ്ങനെ പ്രസവിച്ച ഒരു പെൺകുഞ്ഞിനെ ദേ എൻ്റെ മോള് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പച്ച മലയാളം പറഞ്ഞു തരുന്നില്ല കേട്ടോ എന്ന് ബാലൻ ഇങ്ങനെ അമ്മമാരോട് പറയണു. എന്നിട്ട് വൈജയുടെ ഈ രണ്ട് പൂങ്ങളമാരും അവരുടെ ആൾക്കാരും ചേർന്ന് എന്തൊക്കെയാ പറഞ്ഞോണ്ട് നടന്നതെന്ന് ഗംഗേട്ടൻ അറിയാവുന്ന ചോദിച്ചു. എൻ്റെ രഹസ്യക്കാരി, എൻ്റെ കീപ്പ്, ഞാൻ ശൃംഗാരവേലൻ, വെപ്പാട്ടിയെ സ്വന്തം വീട്ടിൽ പൊറപ്പിക്കുന്നവൻ. ഇപ്പോൾ ബാലേന്ദ്ര, അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ നീ പറയുന്നത് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഇവർ തയ്യാറാണ് എന്നിങ്ങനെ ഗംഗേട്ടൻ പറയുമ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇങ്ങനെ നിലത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. രാജീവൻ അന്നേരം ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കണേ. ബാലൻ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ചൊറിഞ്ഞു വരുന്നുണ്ട്. ബാലൻ ഇവന്മാരോട് കലിയെന്ന് പറഞ്ഞാൽ അത്രമേൽ കലിയുമുണ്ട്. ദേ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവളെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം, അത് ഒന്നാമത്തെ ഡിമാൻഡാണെന്ന് ബാലൻ പറയുമ്പം അത് ഇവർ ഉറപ്പ് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഗംഗേട്ടൻ പറയുക. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് എത്ര രൂപ കൊടുക്കുമെന്നാണ് നിങ്ങൾ വൈജയോട് പറഞ്ഞത്? അപ്പോൾ 20 ലക്ഷം. നിങ്ങൾ 3 ആങ്ങളമാരും കൂടെ ചേർന്ന് ഒരു 30 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ബാലൻ കളി തുടങ്ങിയില്ല മക്കളെ. ഇവന്മാർ 3 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുക. വൈജയുടെ ഭാഗം ഒരു 10 ലക്ഷം രൂപ അവളെ കൊണ്ടും അങ്ങ് ഇടിച്ചേക്കണമെന്നും ബാലൻ ഇങ്ങനെ പറയുക. അപ്പോൾ അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാം എന്ന് ഗംഗേട്ടൻ അന്നേരം പറഞ്ഞു. പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ച് വളരേണ്ട കുഞ്ഞിനെ ഒരു ഓർഫണേജിലേക്ക് തള്ളിവിട്ടതിൻ്റെ പാപപരിഹാരമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് ബാലൻ ഇവന്മാരോട് പറയുക. 23 വർഷമാണ് അവൾ അനാഥയായി ജീവിക്കേണ്ടി വന്നെന്ന് പറയുമ്പം കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഞങ്ങൾക്കും ഒരു ഡിമാൻഡുണ്ട്, അത് സമ്മതിച്ച് തരണമെന്ന് പറഞ്ഞു. തെറ്റിദ്ധരിക്കരുതെന്ന് പറയുമ്പം താൻ പറയുന്നതിന് മുന്നേ തന്നെ എനിക്കത് അറിയാവടോ, വൈകിച്ച അറിയരുത്, അലീന അവളുടെ മകളാണെന്നുള്ള സത്യം അല്ലേടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്മാർ വീണ്ടും മുഖത്തോട് മുഖം നോക്കുക. ഞങ്ങളുടെ 3 പേരുടെയും റിക്വസ്റ്റാണ്, വൈജി അറിഞ്ഞാൽ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധം അവൾ മുറിച്ചു കളയുമെന്നും അവൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത 2 വലിയ കള്ളങ്ങൾ ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്, അത് പൊളിയുമെന്നും ഗംഗേട്ടൻ പറയാം. അതിലൊരു കള്ളവേ എനിക്കറിയാം എന്ന് ബാലൻ പറഞ്ഞു. അവൾ പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ചു പോയിന്ന് അല്ലേ? അപ്പോഴും ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കും. അപ്പോൾ സകലതും ബാലൻ അറിയാമെന്ന് ഇവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ഇവരെല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുക കേട്ടോ. 2ാമത്തെ കള്ളം വെളിച്ചത്ത് വന്നാ നിങ്ങൾ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറേണ്ടി വരും അല്ലേ? അല്ലേ
എന്ന് ബാലൻ ഇങ്ങനെ ഇവന്മാരോട് ചോദിക്കുന്നു. അപ്പോൾ അത് കൃഷ്ണയ്ക്ക് മനസ്സിലായില്ല. കൃഷ്ണ ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് അവിടം വരെ ഒന്നും പോകണ്ടെന്നും പിന്നെ ഈ ഒരു ഡിമാൻഡ് ബാലചന്ദ്രന് അംഗീകരിക്കാൻ പറ്റുമോ? വൈജാഹ് ഒന്നും അറിയരുത്. അറിഞ്ഞാൽ അവൾ ഒന്നെങ്കിൽ ഡിവോഴ്സിന് പോകും, അല്ലെങ്കിൽ ചത്ത് കളയും എന്നും ഗംഗേട്ടൻ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻ ഒരു സെക്കൻഡ് നിന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇവന്മാർക്കാണ് പേടി, ബാലൻ എന്താണ് പറയുന്നത് എന്ന് അറിയാത്തത് കൊണ്ട്. അവളിത് അറിഞ്ഞതിന് ശേഷം അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇരിക്കാൻ ഞാനും ഉണ്ടാവില്ല ഗംഗേട്ട എന്ന് ബാലൻ അന്നേരം ഇവരോട് പറയുക. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബം ചിതറിപ്പോകും. അലിയനെ എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ഗംഗേട്ടൻ പറയുക. ബാലചന്ദ്രൻ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം, വീട് വാങ്ങിക്കൊടുക്കാം, ജോലി വാങ്ങിക്കൊടുക്കാം, ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് കല്യാണവും കഴിപ്പിച്ചോളാം എന്നൊക്കെ പറയുക. കോടി രൂപ ചെലവാക്കാനും തയ്യാറാണ് ഞങ്ങൾ. പക്ഷേ വൈജ സത്യം അറിയരുതെന്ന് ഗംഗേട്ടൻ ഇങ്ങനെ പറയുക ബാലനോട്. യുവന്മാരുടെ റിക്വസ്റ്റ് അതാണ്, പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ. യുവന്മാരിങ്ങനെ പേടിച്ച് പറിച്ചിങ്ങനെ അവിടെ നിൽക്കുകയല്ലേ. ആ ഒരു സമയത്ത് ബാലൻ ഗംഗേട്ടൻ്റെ നേരെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എന്തായാലും ഇനി കാര്യങ്ങൾ ബാലൻ്റെ കൈപ്പിടിയില്ല. ബാലൻ പറയും, ഇവന്മാരോടും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസ കൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ടാറ്റാ.